തിരുവനന്തപുരത്തുള്ളവർ ഇതുവരെ പൊന്മുടി വരാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടാവുന്നു, പക്ഷെ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പൊന്മുടിയിലാണ്. അതെ, പൊന്മുടിയിൽ അതെ ഇന്നൊരു ഫാമിലി ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അമ്മയും അച്ഛനും അവിടെ ഉണ്ട്, സൂര്യാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആദ്യമായിട്ട് പൊന്മുടി കാണാൻ കുറേ നന്നായിട്ട് സംഭവം നടന്നത്. അതെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഇനി എന്റെ കൂടെ ഫസ്റ്റ് ടൈം പൊന്മുടി വരുന്നവരാണ് തിരുവനന്തപുരക്കാരായിട്ടുള്ള അർജുൻ്റെ അച്ഛനും അമ്മയും. അവരും ഫസ്റ്റ് ടൈമാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ വ്ളോഗിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ എപ്പോഴും വീക്കെൻഡ് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ഇന്ന് പൊന്മുടി പോകാം. അപ്പോൾ അത്യാവശ്യം നല്ല മഴ, മഞ്ഞ് ഒക്കെ ഉള്ള സമയം നോക്കി വരണമെന്നായിരുന്നു. അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് മഴ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി അപ്പൊ ഏകദേശം 20ാമത്തെ ഹെയർ പിൻ കർവായി. ടോട്ടല് നമുക്ക് 22 ഹെയർ പിൻ കർവ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇപ്പൊ വണ്ടി നിർത്തി നമ്മളിത് ബ്രെഡ് ഓംലെറ്റും നമ്മളിപ്പോ ബ്രെഡ് ഓംലെറ്റും മാങ്ങയും നമ്മുടെ ചായയും ഒക്കെ വാങ്ങാനായിട്ട് വന്നത്. അപ്പൊ അമ്മ ഫസ്റ്റ് ടൈം അല്ലേ പൊന്മുടി? ഇത്രയും വർഷം ട്രിവാൻഡ്രത്ത് എന്തായിട്ട് എന്തുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലത്തിലോട്ട് വന്നില്ല? ഇത്രയും പ്രതീക്ഷിച്ചില്ല, അതാണ് കാര്യം. നമ്മളിവിടുന്ന് മൂന്നാറിനും കൊടൈക്കനാലിനും ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് പൊന്മുടിയിലോട്ട് വന്നിട്ടില്ല. അതെ, അമ്മ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ വരെ പൊന്മുടി വന്നില്ല. ഇപ്പോഴും നമ്മൾ അടുത്തുള്ള സ്ഥലം നമുക്ക് അറിയില്ലല്ലോ എത്രമാത്രം ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ വന്നെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ പൊന്മുടി വന്നിട്ടുള്ള മനുഷ്യനാണ് നിൽക്കുന്നത് മൈ ഹസ്ബൻഡ്. എനിക്ക് തോന്നുന്നു 20 മിനിമം 20നും മേലെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. പക്ഷെ എന്നെ കൊണ്ടുവന്നിട്ടില്ല. എന്നെ എപ്പോഴാണ് കൊണ്ടുവരുന്നത്. ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലത്. അച്ഛൻ അവിടെ ചായ മേടിക്കാനായിട്ട് നിൽക്കണം. അപ്പൊ അച്ഛൻ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണിക്കും. അതെ, ചായ പഴംപൊരി. അപ്പൊ നമ്മളിത് ടോപ്പിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും. മാഗി നൂഡിൽസ് ഒക്കെ വാങ്ങി, നല്ല ചൂട് മാഗി നൂഡിൽസ് അടിപൊളി കഴിച്ചോ. പക്ഷെ നമുക്ക് കോടമഞ്ഞൊക്കെ ഇറങ്ങി, നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഫുൾ മഞ്ഞ് ഇറങ്ങി. നമ്മ ദേ ഇവിടെ ചായ കുടിക്കുന്നു. നല്ല കാറ്റും ഉണ്ടല്ലേ. അച്ഛാ, എന്താണ് പൊന്മുടിയിൽ ഇത്രയും വർഷം വരാതിരുന്നത്? തിരുവനന്തപുരത്ത് ഇത്രയും വർഷം ഉണ്ടായിട്ട് വാട്ട് ഹാപ്പൻഡ്? അല്ലേ, ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, നമ്മളിപ്പോഴും അടുത്തുള്ള കാര്യങ്ങൾ അറിയില്ല. കൊള്ളാം, കറക്റ്റ്. എനിക്കും ഇഷ്ടപ്പെട്ടു. മൂന്നാർ ഊട്ടിക്കാളൊക്കെ കൊള്ളാം. നമുക്ക് അധികം തിരക്കുമില്ല, നല്ലതുമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ചായയും മാഗിയും ബ്രെഡ് നൂഡിൽസ് കഴിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും കുറച്ച് യാത്രയും കൂടി ഉണ്ട് ടോപ്പിലെത്താനായിട്ട്. അപ്പൊ നമ്മളിവിടെ എത്തി, കാറ് പാർക്ക് ചെയ്തു.
സോ വി ആർ ഓൺ ദ വേ. ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകണം? അർജുൻ. അർജുനാണ് നമ്മളെ ഗൈഡ് ചെയ്യണത്. ബിക്കോസ് ഏകദേശം എത്ര വ്യൂസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാം? വ്യൂ പോയിന്റ് ഓക്കെ. അവിടെ ഒരു വ്യൂ ഒന്നും കാണാനില്ല, ഫുള്ളും കോടമഞ്ഞാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൊട്ടക്കുന്നാണ് ഇപ്പൊ പോകുന്നത്. മൊട്ടക്കുന്ന് വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അമ്മ പറഞ്ഞു ഇങ്ങനെ ആ മലയൊക്കെ കേറുന്നു, പക്ഷെ നമ്മള് കേറും അല്ല അമ്മ? നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം കേറി കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആ അതാണ് ഒരു സീൻ കേട്ടോ. മഴ ചെറുതായിട്ട് എപ്പോൾ വേണമെങ്കിലും പെയ്യാനൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ ദൈവം സഹായിച്ച് റെയിൻകോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നനയാന്നുള്ളതേ ഉള്ളൂ. കോടയുണ്ട്, കോട. അതെ, നല്ല കോടയുണ്ട്. മഴ പെയ്തുകൊണ്ട് കോട നേരത്തെ ഇറങ്ങി. അല്ലെങ്കിൽ ഒരു 3:30 മണിയൊക്കെ കഴിയും കോട ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. ഇതൊരു കാണാൻ പറ്റി. ഇതൊരു എനിക്കൊന്ന് 12:30-12:45 സമയത്ത് കോട ഇറങ്ങാൻ തുടങ്ങി. ഇനി ഇവിടെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ താഴോട്ട് പോകുമല്ലോ, നമ്മുടെ എസ്റ്റേറ്റൊക്കെ പോകുന്ന അവിടെ പണ്ടത്തെ. അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോട പിന്നെ താഴോട്ട് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടുത്തെ സൈറ്റ് എല്ലാം നോക്കി പോയതിന് ശേഷം പിന്നെ താഴോട്ട് പോകും. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, അതായത് നമ്മളെ മുട്ടക്കുന്നിൻ്റെ താഴോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. എന്നാലും പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പണ്ട് നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഇവിടെയൊക്കെ തന്നെ ഇത് കാണുന്നതിൻ്റെ കുറേ കൂട്ടുകാരന്മാരുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ, കോളേജിൽ പോയിട്ട് കോളേജ് കട്ട് ചെയ്ത് പൊന്മുടി വരില്ലായിരുന്നു അർജുന്റെ ജോലി. കോളേജ് കട്ടൊന്നുമല്ല, കോളേജിൽ നമ്മൾ മര്യാദയ്ക്ക് ലീവൊക്കെ ഇട്ട് നമ്മൾ പോകണം. പറയില്ലെന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്തുള്ളവർ ഇതുവരെ പൊന്മുടി വരാത്തവരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടാവുന്നത്, പക്ഷെ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. അതുപോലെ മറ്റ് ജില്ലക്കാരൊക്കെ ആണെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. ബിക്കോസ് ഇറ്റ്സ് ടു ഗുഡ്. ലൈക്ക് ഇറ്റ്സ് ടു എന്താ പറയുക, എനിക്കറിയില്ല, ലൈക്ക് മൂന്നാറും വയനാട് ഊട്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു എനിക്ക് ബ്യൂട്ടി ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ക്ലൈമറ്റിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് വിസിറ്റേഴ്സാണ് ഉള്ളത്. ഒരുപാട് ക്രൗഡഡ് അല്ല, അങ്ങനെ ഒരുപാട് നമുക്ക് ക്രൗഡഡ് ഒരുപാട് കടകൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഉള്ളത് നമുക്ക് മിനിമം ആൾക്കാരേ ഉള്ളൂ. കുറച്ച് വൈബ് ഉണ്ട്. അങ്ങനെയാണ് ഈ സീസണിൽ നമ്മളാണ് അവസാനത്തെ ആൾക്കാരെന്ന്. എല്ലാവരും വന്നു ഭയങ്കര. കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. വലിയ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രം. നല്ല കോട കേട്ടോ. സൂര്യ എന്താ പറയാനുള്ള? സൂര്യ പൊന്മുടി വന്നിട്ട് നീ എത്ര പ്രാവശ്യം വരുന്നത്? അപ്പൊ നടക്കാം. എന്തായാലും ചേട്ടനെ പോലെ കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടില്ല. ഇല്ല, ഞാൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല ഗൈസ്. എന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ അമ്മേൻ്റെ അടി. വാട്ട് ഇസ് ഷിറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളിനി എത്തിയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റ് കാണിക്കാം. അച്ഛൻ എവിടെ? ഓക്കെ, അച്ഛൻ ഫോട്ടോ എടുത്ത് എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ നടക്കുന്നു. അച്ഛൻ വന്നിട്ട് പോവാം. ഈ റോഡ് പോകുന്നത് നല്ല രസമുണ്ട് എല്ലാവരും ചേട്ടാ. ഈ റോഡ് ഇങ്ങനെ കാണാൻ, നേരിട്ട് കാണാൻ ക്യാമറയിലും വന്നിട്ട് ആ ഒരു ഡൈവേർഷൻ നല്ല രസമുണ്ട് അല്ലേ? ലുക്സ് ലൈക്ക് നമ്മുടെ ഒരു സ്വിറ്റ്സർലൻഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ പോലെ അല്ലേ? ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ല, ബട്ട് വി ഹാവ് സീൻ ഇൻ വീഡിയോസ് റൈറ്റ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഓവറാക്കല്ലേ? ഐ ഹാവൻ ബീൻ ടു സ്വിറ്റ്സർലൻഡ് ബട്ട് ഐ ഹാവ് ബീൻ ടു മെനി അതർ കൺട്രീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വ്യൂ പോയിന്റ് ഒക്കെ മല കയറി ഇപ്പൊ നമ്മള് എവിടെയാ വന്നിരിക്കുന്നേ? ഒരു മരം കാണാൻ അല്ലേ? എന്താ മരം? എന്താ ഇതിന്റെ പ്രത്യേകത എന്താ? വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അതെ, വർഷങ്ങളായിട്ടുള്ള മരം എന്നാ പറഞ്ഞ. ഇതാണ് ആ മരം, പൊന്മുടി ഉണ്ടായ തൊട്ടുള്ള മരം. അതെ, അച്ഛൻ പറഞ്ഞു. പറഞ്ഞ അച്ഛാ തേയില കിട്ടിയല്ലേ? ഓക്കെ, നമ്മുടെ പൊന്മുടി ഉണ്ടായ കാലം തൊട്ടുള്ള മരമാണ് ഇതെന്ന് പറയണത്. എന്റെ ഈ ബാക്കിൽ കാണുന്ന ഈ മരം നമുക്ക് എത്രമാത്രം സത്യമാണെന്ന് അറിഞ്ഞൂടാ. സൂര്യാണ് പറഞ്ഞത്, അച്ഛനും പറയുന്നുണ്ട്. മേ ബി ഉള്ളതായിരിക്കും അല്ലേ?
അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് എന്താ പരിപാടി? അമ്മ എന്താ പരിപാടി? ഫുൾ മഞ്ഞാണ് കേട്ടോ. നമുക്ക് പരസ്പരം പോലും കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ചുറ്റുള്ള ഒന്നും ഫുൾ മഞ്ഞാണ്. ഒരു പുക. ആ ഓക്കെ ബൈ ബൈ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മരം കേട്ടോ. അപ്പം ഞാനൊന്ന് നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തരാമെന്ന് വെച്ചു. ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അത് പ്രത്യേക ഭംഗിയിൽ വെട്ടി നിർത്തിയ പോലെയാണ് ആ മരം നിൽക്കുന്നത്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. വാവ്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു കുട്ടി ട്രിപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അധികം ഒന്നും കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ അമ്മ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചോറും കറികളൊക്കെ. അപ്പം നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല. നമ്മൾ സ്നാക്സും അതുപോലെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് 12 ആയപ്പോഴാണ് പോയത്. എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളിപ്പോൾ ഒരു 6 ആയപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ ഒരു കുട്ടി ട്രിപ്പായിരുന്നു, പക്ഷെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു ഒന്ന് പോയി വരാമെന്നുള്ളത്. അതെന്തായാലും നല്ലതായി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് എക്സൈറ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ആയിഷ അർജുൻ ചാനലിൽ. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.